ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു ട്രെയിലർ എത്തി. ആ ഒരു ട്രെയിലറിൽ നിന്ന് ലഭിച്ച അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയിൽ നിന്ന് കിട്ടിയത് ഒറ്റ കാര്യം തന്നെയാണ്. ഈ ഓണം വേറെ ആരും കൊതിക്കേണ്ട, അത് ദുൽഖർ അങ്ങ് എടുക്കുകയാണ്. ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ ഐ ആം ഗെയിം അന്യായ സാധനമാണ് എന്നുള്ള ഫീല് തന്നെയാണ് കിട്ടുന്നത്. ജേക്സ് ബിജോയുടെ അതിഭീകരമായിട്ടുള്ള മ്യൂസിക്, ഒപ്പം ദുൽഖറിൻ്റെ കൊടൂര ഗംഭീരമായിട്ടുള്ള അപ്പിയറൻസും അതേപോലെ ഗെറ്റപ്പുമൊക്കെയായ ഒരു മികച്ച രീതിയിൽ ഇതുവരെ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മേക്കിങ്ങുമായിട്ടുള്ള ഒരു അന്യായ ചിത്രം തന്നെയായിരിക്കും. ഫുള്ളി എൻ്റർടൈനർ ലോഡിങ് എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ദുൽഖറിൻ്റെ ഈ ഒരു അല്ലെങ്കിൽ ദുൽഖറിന് വേണ്ടി നമ്മൾ 1-2 വർഷം കാത്തിരുന്നുവെങ്കിൽ ഇതൊരു ഗാംബ്ലിങ് പോലെ തന്നെയാണെങ്കിൽ അമ്മാതിരി കൊടൂര തൂക്കും. വേറെ ഏത് ചിത്രം ഇറങ്ങിയാലും ഇനിയിപ്പോൾ ആരെയൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാലും രക്ഷയില്ല എന്നുള്ള തരത്തിലാണ് ഇന്ന് ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ലഭിച്ച ആദ്യത്തെ ഒരു വ്യൂ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. എന്തായാലും ഹെവി റിച്ച് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഒരു വേറെ തലത്തിൽ, അതായത് മേക്കിംഗ് ഒക്കെ ഒരു അസാധ്യം എന്ന് തന്നെ പറയാം. മലയാളത്തിൽ ഇങ്ങനെയുള്ള മേക്കിംഗ് ഒരു ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ഇത്രയും തോന്നിയെങ്കിൽ തിയേറ്ററിൽ സിനിമ വരുമ്പോൾ ഇതേ രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും തന്നെ പറയാനില്ല. അമ്മാതിരി കത്തും എന്നുള്ളത് മലയാളത്തിൽ മാത്രമായിരിക്കില്ല ഈ ഒരു സിനിമ കത്താൻ പോകുന്നത്. തെലുങ്കിലും തമിഴിലും സിനിമ അമ്മാതിരി കത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ സിനിമയുടെ മേക്ക് കാണുമ്പോൾ നമുക്ക് അതേ ഫീല് തന്നെയാണ് ലഭിക്കുന്നത്. ദുൽഖർ സിനിമകളുടെ പ്രത്യേകത അത് തന്നെയാണ്. തെലുങ്ക് സിനിമ എടുത്തു കഴിഞ്ഞാലും അത് തമിഴിലാണെങ്കിലും മലയാളത്തിൽ കണ്ടാലും നമുക്കത് ഒരേ ഫീല് കിട്ടും. അതായത് ദേശത്തിന് അനുസരിച്ചുള്ളതല്ല, ദേശത്തിന് അതീതമായിട്ടുള്ള ക്യാരക്ടറും സിനിമയും തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന. അതായത് ദുൽഖറിൽ നിന്നുള്ള ഏതാനും ഇപ്പോൾ കണ്ടുവരുന്ന ചിത്രങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇക്കുറി ഐ ആം ഗെയിം ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിന് പുറത്തേക്ക് പോകും. അവിടെ വമ്പൻ ഹിറ്റടിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം, ഗംഭീര ഗെറ്റപ്പിൽ ഗംഭീരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴുള്ള ഫീല് നിങ്ങൾക്കൊന്ന് പറയാം. എന്താണെങ്കിലും ഓണം ദുൽഖർ തൂക്കിയിരിക്കും. ഇത് 3.5 തരം എഴുതി വെച്ചു.